വികലാംഗനായ ഒരു യുവാവ് അപമാനിക്കപ്പെട്ടിട്ട് സാംസ്കാരിക കേരളം അരങ്ങിട്ടില്ല. 2 ദിവസം മുമ്പ് നടന്ന സംഗതിയാണ്. ആരെങ്കിലും ഒക്കെ പ്രതികരിക്കുമോ എന്ന് നോക്കി. ആരും പ്രതികരിക്കത്തില്ല. സിനിമാ ലോകത്തിൽ പോലും ആരെങ്കിലും പ്രതികരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡിവൈഎഫ്ഐയുടെയോ യൂത്ത് കോൺഗ്രസിന്റെയോ ഒക്കെ യുവജനങ്ങൾ രോക്ഷം കൊള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആസിഫ് അലിയും ബിബിൻ ജോർജും മലയാള സിനിമയ്ക്ക് രണ്ടാൾക്കാരാണോ? നിങ്ങൾ മതം നോക്കിയേ പ്രതികരിക്കുന്നുള്ളൂ. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിൽ ഇടതുപക്ഷ സംഘടനയുടെ ആളായ പ്രിൻസിപ്പാൾ അപമാനിച്ചത് കൊണ്ടാണോ അപമാനമല്ലാതായത്? ആ കോളേജിലെ കുട്ടികൾ പോലും ഒരു പ്രതിഷേധ സമരം പ്രിൻസിപ്പൽ നേരെ വിളിച്ചതായിട്ട് പോലും കണ്ടിട്ടില്ല. ബിബിൻ ജോർജിന് വേണ്ടി ആകെ പ്രതികരിക്കുന്നത് കുറെ സംഘികൾ മാത്രമാണ്. ഇപ്പോൾ ചിലർ ബിബിൻ ജോർജിനോട് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ബിബിൻ വിചാരിക്കുന്നുണ്ടാവും സംഘികൾ അവസരം മുതലെടുത്ത് മതം പറയുകയാണെന്ന്. തന്നോടൊക്കെ ആരെങ്കിലും പറഞ്ഞോ സംഘികളോട് അവസരം മുതലെടുത്ത് മതം പറയിക്കാൻ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രതികരിച്ചൂടെ? പണ്ടൊരു അഭിനേതാവിനെ ഇതുപോലൊരു കോളേജിൽ അപമാനിക്കപ്പെട്ടപ്പോൾ ആ അഭിനേതാവ് ഒരു ചെറ്റവർത്തനം പറഞ്ഞു. മതമല്ല പ്രശ്നം, എരിയുന്ന വയറിന്റെ നോവാണ് പ്രശ്നം. പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് മതമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ആ കോളേജ് പ്രിൻസിപ്പാളുടെ ഈഗോയാണ് അദ്ദേഹത്തെ അപമാനിച്ചത്. ആ അപമാനം തന്നെയാണ്. പക്ഷേ ഈ ചെറ്റവർത്തനം പറഞ്ഞതുകൊണ്ട് സാംസ്കാരിക കേരളമാണ്. പ്രിൻസിപ്പൽ കാണിച്ചത് തീർത്തും അന്യായമാണ്. ആ പ്രിൻസിപ്പൽ കാണിച്ചതിനേക്കാളും അന്യായവും തെമ്മാടിത്തരവുമാണ് സാംസ്കാരിക കേരളം. ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാതിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്